നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ദുർദശ പിടിച്ച ഒരു കാലമായിരുന്നു 2016. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ വലിയ തോതിൽ ശപിച്ചു കഴിയുന്നൊരു കാലം. എൻ്റെ നാടിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് എല്ലാവരും ചിന്തിക്കുന്ന കാലം. എന്താണ് കേരളത്തിൻ്റെ പ്രത്യേകത? കേരളീയർ ഈ കേരളമെന്ന സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്നവരല്ലോ. നമ്മുടെ സഹോദരങ്ങൾ രാജ്യത്താകെയും ലോകത്താകെയും വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പം അവിടങ്ങളിലെല്ലാമുള്ള നല്ല അംശങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നു. അവ സൃഷ്ടിക്കുന്നതിൽ കൂടി പങ്കുവഹിക്കുന്നവരാണ് അവർ. പക്ഷേ അവിടെയുള്ള പശ്ചാത്തല സൗകര്യമെല്ലാം നേരിട്ട് കാണുന്ന അവർ എൻ്റെ നാട്ടിൽ ഇതൊന്നുമില്ലാലോ എന്ന വേദന മനസ്സിൽ കടിച്ചമർത്തുകയായിരുന്നു. നാടിൻ്റെ ഒരു മേഖലയും കാലത്തിനനുസൃതമായ പുരോഗതി നേടിയില്ല. നമ്മുടെ പ്രശസ്തമായ മേഖലകൾ വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാം തകർന്നു പോകുന്ന അവസ്ഥ. അടിസ്ഥാന സൗകര്യ രംഗത്ത് ഒരു വികസനവുമില്ലാത്ത നില. കേരളം വിട്ടാൽ ഇതെല്ലാം കാണുന്നു. ഇതായിരുന്നു 2016 നില. അന്ന് LDF കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചില വാഗ്ദാനങ്ങൾ നൽകി. അത് പൂർണ്ണമായി ജനങ്ങൾ അംഗീകരിക്കുകയും LDFനെ അധികാരത്തിലേറ്റുകയും ചെയ്തു. അധികാരത്തിലേറിയ LDF സർക്കാർ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിലുണ്ടായി. 2016 നിന്ന് ആ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്ന 2021 LDF ജനങ്ങളുടെ മുന്നിൽ നൽകിയ 600 വാഗ്ദാനങ്ങളിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നത് നാട്ടിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുകളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ നയം തുടരണം, നാടിൻ്റെ വികസന ഉത്തരവാദിത്വം LDFൻ്റെ കൈകളിലാവണം. ആ ധാരണയോടെയാണ് നാടിൻ്റെ ചരിത്രം തിരുത്തി LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത്. ഇപ്പോൾ 9 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 9 വർഷത്തെ അനുഭവങ്ങൾ എടുത്താൽ നമ്മുടെ നാട് എല്ലാ മേഖലയിലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പുരോഗതി നേടി എന്നാണ് കാണാൻ സാധിക്കുക.